വെൽക്കം ബാക്ക് ടു എജുപോൾ. അപ്പോൾ നമ്മുടെ എക്സാം ഇവിടെ അടുത്തിട്ടുണ്ട്. എല്ലാവരും ആ എക്സാം ചൂടിലിരിക്കുകയാണ്. ഈ എക്സാം എഴുതുന്നവർക്ക് ഒരു ചൂടുള്ള വാർത്തയായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. എന്താണ്? ഒരു ചൂടുള്ള വാർത്ത നമ്മൾ പഠിച്ചേ പറ്റൂ. നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ ഗാന്ധിജിക്ക് നമക്കഥ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉറപ്പായിട്ടും നമുക്കൊരു റപ്പട്ട് പ്രതീക്ഷിക്കാം അല്ലെ. അതായത് ആ ഉപ്പ് സത്യാഗ്രഹവും അതുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി റപ്പട്ട് നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കും. നമുക്കത് അടിപൊളിയായിട്ട് എഴുതണം. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു റപ്പട്ട് പഠിച്ചാലോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ നോക്കിക്കോടാ, നമ്മൾ ആദ്യം തന്നെ റപ്പട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ വീട്ടിൽ ഇപ്പൊ ന്യൂസ് പേപ്പർ ഇടുന്ന വീടുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുന്ന സമയത്ത്, അതായത് ന്യൂസ് പേപ്പർ നമ്മൾ കണ്ട പെട്ടെന്ന് തന്നെ നമ്മൾ വായിക്കുക ആ ഹെഡിങ് ആയിരിക്കും അല്ലെ. നമ്മൾ ന്യൂസ് പേപ്പർ അരിച്ച് പെറുക്കിയൊന്നും വായിക്കൂല. നമ്മൾ ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും താഴോട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ അങ്ങനെ ഹെഡിങ് നോക്കി ഇങ്ങനെ പേജ് മറിച്ചിട്ട് ഇങ്ങനെ പോകും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതായത് എന്തോ ഒരു ഹെഡിങ് കൊടുത്തിട്ട് കാര്യമില്ല, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡിങ് അല്ലേ, ഇതാ കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഹെഡിങ് കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നത് നമുക്കറിയാം എന്താണ് ഇത്, ഉപ്പ് സത്യാഗ്രഹമാണല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി ഹെഡിങ് കൊടുക്കുക. ശേഷം സ്ഥലം മെൻഷൻ ചെയ്യണം അല്ലെ. അതായത് എന്താണ് ആ ന്യൂസ് എന്ന് വെച്ചാൽ ആ ന്യൂസ് നടന്ന ഒരു സംഭവം അല്ലേ, ആ സംഭവം നടന്നൊരു സ്ഥലം ഉണ്ടാവില്ലേടാ, ആ സ്ഥലം എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും തന്നെ മെൻഷൻ ചെയ്യണം. അപ്പൊ ഹെഡിങ് നമ്മൾ കൊടുക്കണം, സ്ഥലം കൊടുക്കണം. ദെൻ അതിനുശേഷമാണ് എന്താണ് റപ്പട്ടിന്റെ സബ്ജക്ട്, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്, അത് അടിപൊളിയായിട്ട് വളരെ ചുരുക്കി പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം എഴുതുക. എങ്ങനെ എഴുതുക? ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക. എങ്ങനെ? ലിഖ് കർ നഹി, എഴുതിയതല്ല. പിന്നെയോ ചൽക്കർ രചി ഗൈ കഹാനി, എഴുതിയിട്ടല്ല, നടന്നുകൊണ്ട് ചലിച്ചുകൊണ്ട് രചിച്ച ഒരു കഥ, ഒരു കഹാനിയാണ് എന്ത്, ഉപ്പ് സത്യാഗ്രഹം അല്ലെ. അതായത് ദണ്ഡി കടപ്പുറത്തേക്ക് എന്താണ്, ഗാന്ധിജിയും ഗാന്ധിജിയുടെ അനുയായികളും നടന്നുകൊണ്ടാണ് പോയത്. ആ ചരിത്രം കുറിച്ചത് നടന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ സ്ഥലം എവിടെയാ? ദണ്ഡിയിലെ ദണ്ഡി കടപ്പുറമാണ്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം, എന്താണ് ആ ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് എത്തിച്ചത്, എന്നാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ നോക്കിക്കേ മക്കളെ, ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ അല്ലെ. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്നും പൈദൽ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് ചൽക്കർ ദണ്ഡി പൈദൽ ചൽക്കർ. അപ്പൊ എന്താണ്, ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്നും നടന്നുകൊണ്ട് എവിടേക്ക് പോയി? ദണ്ഡി കടപ്പുറത്തേക്ക് പോയി. വഹാം സമുദ്രത്തെ പാനീസെ, അവിടെ എന്താണ്, സമുദ്രജലത്തിൽ നിന്നും നമക് ബനാക്കർ അല്ലെ, നമക് ബനാക്കർ ഉപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അംഗ്രേസോങ്ക, ഇംഗ്ലീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ കാലാക്കാരല്ലേ ആ കരി നിയമം എന്ത് ചെയ്തു? തോടാ. ഞങ്ങൾ അതങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ ഗാന്ധിജി എന്താണ്, സമുദ്രജലത്തിൽ നിന്നും ഉപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആ കരി നിയമത്തെ ഇല്ലാതാക്കി തുടച്ചു കളഞ്ഞു. ദെൻ ഇക്കാരണത്താൽ നോക്കിക്കേടാ 6 മാർച്ച് 1930 അല്ലെ को एक नई कहानी इतिहास में रची गई. അപ്പൊ എന്താണ്, മാർച്ച് 6 അല്ലെ 1930 എന്ത് ചെയ്തു? ചരിത്രത്തിൽ ഒരു പുതിയ കഥ തന്നെ രചിച്ചു. പിന്നെയോ സമുദ്രക്കെ പാനീസെ നമക് ബനാനെ പർ അല്ലെ, സമുദ്രത്തിൽ നിന്നും ഉപ്പ് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? ആ സമുദ്രത്തിൽ നിന്നും ഉപ്പ് ഉണ്ടാക്കുന്നതെ സംബന്ധിച്ച് സസ മിൽത്തി അല്ലെ. അപ്പം ആരാണോ ഉപ്പ് ഉണ്ടാക്കുന്നത് അവർക്ക് നല്ല സസ, നല്ല ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അംഗ്രേസോന്, അതുമല്ല ബ്രിട്ടീഷുകാർ, നമക് പർ ഉപ്പിൽ ടാക്സ് ലഖായ, വലിയൊരു നികുതി ടാക്സ് ഈടാക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇസ്കെ ഖിലാഫ് ഗാന്ധിജിനെ അഹിംസാത്മക് ढंग से, അപ്പൊ ഇതിനെതിരായിട്ട് അഹിംസാപരമായിട്ട് എന്ത് ചെയ്തു? ഗാന്ധിജി ഏക് നയി ആന്തോളൻ കി ശുരുവാത് കി ഹേ. അപ്പൊ എന്താണ്, ഇതിനെതിരായിട്ട് അഹിംസാപരമായിട്ട് ഒരു പുതിയ മുന്നേറ്റം, ഒരു പുതിയ തുടക്കം ആര് കുറിച്ചു? നമ്മുടെ ഗാന്ധിജി കുറിച്ചു. രാസ്തേ മേ, വഴിയിൽ ഹസാരം ലോഗ്, ആയിരക്കണക്ക് ആളുകൾ ആക്കർ ഇസ്സെ ജുഡ്തേ ഗേ. അപ്പൊ അദ്ദേഹത്തോടൊപ്പം എന്താണ്, ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നു. രാസ്തേക്ക് ഗാവ് ഗാവുമേ, വഴിയിലുടനീളം ഒരുപാട് ഗ്രാമങ്ങൾ താണ്ടുന്നു അല്ലെ. ആ ഗ്രാമങ്ങളിൽ ഉള്ളവരൊക്കെ സ്വതന്ത്രത സേനാനിയോക്ക ബഡാ സ്വാഗത് ഹുവാ, ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ എന്ത് ചെയ്തു? ഒരു അടിപൊളി വെൽക്കം തന്നെ ചെയ്തു. പിന്നെയോ യാത്ര
കൽ ദണ്ഡി പഹുഞ്ചി തി. യെസ്, ആ ഒരു യാത്ര ഇന്നലെ അല്ലേ, അതായത് ഇന്നലെ എവിടെ വരെ? യെസ്, ദണ്ഡി കടപ്പുറത്ത് അവർ ഇന്നലെ एथी. समुद्र के पानी से खुद नमक बनाकर अंग्रेजों से मुक्त होने का रास्ता दिखा दिया. കൂടാതെ സമുദ്രക്കെ പാനി സേ ഖുദ്, അതായത് സമുദ്രത്തിലെ പാനിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഖുദ് സ്വയം നമക് ബനാക്കർലെ ഉപ്പുണ്ടാക്കിക്കൊണ്ട് അംഗ്രേസോം സേ മുക്ത് ഹോനെ കാ രാസ്ത, അതായത് ഇംഗ്ലീഷുകാരിൽ നിന്ന് മുക്തരാവാനുള്ള വഴിയും കൂടി ആര് കാണിച്ചു കൊടുക്കാണ്? നമ്മുടെ ഗാന്ധിജി കാണിച്ചു കൊടുക്കാണ്. യെസ്, അപ്പൊ ഈ വാർത്ത അങ്ങോട്ട് പഠിച്ചോ, ഈ റിപ്പോർട്ട് പഠിച്ചോ, ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ നിന്നും റിപ്പോർട്ട് ചോദിച്ചിരിക്കാം. യെസ്, അപ്പം ഇതുപോലെ എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാ മിസ് വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. യെസ്, അപ്പം ഇതുപോലത്തെ വീഡിയോ ആയിട്ട് മിസ് ഇനിയും വരും. അപ്പം